നികേഷ് സാറായിട്ട് കണക്ഷൻ ഉണ്ട്. തകർത്താനെ നമ്മളല്ലേ. അതെ, നമ്മളൊക്കെ സ്ഥലപ്പേര് വെച്ച് സാർ ഇപ്പൊ എന്താ കണക്ഷൻ നികേഷ് സാറായിട്ടൊരു കണക്ഷൻ ഒക്കെ ഉണ്ട്. അതിലേക്ക് വരാം. സസ്പെൻസ് ആണ്. അതൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. ശരി. നമുക്ക് ഈ ഖൽബിന്റെ പാട്ടുകാരൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ ഷാഫിക്ക വന്നിട്ട് നിങ്ങൾ കയറ്റാത്തതെന്നൊക്കെ നമ്മുടെ രഞ്ജിത്ത് കോഴിക്കോട്ടുനിന്ന് ഇങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ്. എന്താ ഗസ്റ്റ് വരും എന്ന് പറഞ്ഞിട്ട് എന്താ കയറ്റാത്ത, എന്താ നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഒരു ആരാധികയുടെ ഒരു ശബ്ദം കേട്ടിട്ട് തുടങ്ങിയാലോ? അതെ, ഉഷാറാക്കാം. കടുത്ത ഷാഫി ആരാധികയുണ്ട് ഞങ്ങളെ റിപ്പോർട്ടർ ഫാമിലിയിൽ തന്നെ. തസ്നി കുറച്ച് പാട്ട്, ഇപ്പം തസ്നി ഇല്ലേ ഇവിടെ, അപ്പോൾ കുറച്ച് പാട്ടുകൾ പാടാൻ ഇന്നലെ മുതൽ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നേരിൽ കാണാനും സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ നിരാശയുണ്ട്. തസ്നി പറഞ്ഞാൽ കേട്ടിട്ട് തുടങ്ങാൻ തോന്നുന്നു. അതെ, തച്ചു എന്നാണ് നമ്മളെ വിളിക്കുന്നത്. ഞാൻ 2-3 പാട്ട് സജസ്റ്റ് ഒന്ന് പറയണം, അതിൽ ഏതെങ്കിലും ഒന്ന് പാടിക്കണേ. ഞാൻ റൂമിൽ ഇന്ന് ലൈവായിട്ട് കാണാം. മറ്റേ ഈ 3 പാട്ട് കേട്ടോ. മലരെ നിന്നെ, അതെന്തായാലും പഠിക്കണേ. പിന്നെ മണ്ണും മലയും പ്രേമിക്കുന്നേരം കാറ്റും പുഴയും കെട്ടിപ്പോണാരും ആ പാട്ട്. പിന്നെ ചക്കര ചുണ്ടിൽ തേച്ചു വെച്ചൊരു പുഞ്ചിരി. ഈ 3 പാട്ട് നല്ല ഹിറ്റ് പാട്ടുള്ള, നല്ല ഫീലേക്കുള്ള. അവന്റെ ശബ്ദം പാടുമ്പോ എനിക്ക് നഷ്ടം. ഈ ഒന്നാമത് ഭയങ്കര വേഗത്തിലാ സംസാരിക്കും. അതിന്റെ കൂടുതൽ ഈ എക്സൈറ്റ്മെന്റ് കൂടി വന്നിട്ട് ദാസനിക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബ്ലോക്ക് ആയി പോയി. അപ്പൊ നമ്മുടെ തച്ചുവിനൊരു പാട്ട് ഈ പാട്ടിൽ തുടങ്ങാം നമുക്ക്. അതിൽ തുടങ്ങാം നമുക്ക്. ഞാൻ ഒരു കാര്യം ചെയ്യാം. തുടക്കത്തിൽ എന്നെ ആരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടാവുക ഞാൻ എൻ്റെ പ്രിയപ്പെട്ട റജില എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു സോങ് ഉണ്ട്, ഖൽബ് തുറന്ന പാട്ട്. അത് ഭയങ്കര അതിലെങ്ങനെ തുടങ്ങാം. പിന്നെ വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഷെരീഫ്ക്കൊക്കെ ഇവിടെ ഇരുന്ന സീറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിംഗിങ് ക്വാളിറ്റി ഒന്നും വെച്ചിട്ട് എന്നെ അളക്കരുത്. ഞാൻ ഇതിനകത്ത് സിംഗർ എന്ന് പറയുന്ന ലെവൽ ബിലോ ആവറേജ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ആസ് എ ഒരു കേൾവിക്കാരെന്നുള്ള നിലക്ക് എനിക്ക് എന്നെക്കുറിച്ച്, എൻ്റെ ന്യൂനതകളെക്കുറിച്ചൊക്കെ പരിമിതികളെക്കുറിച്ചൊക്കെ അറിയാം. കുറേയൊക്കെ എന്നെ നന്നായിട്ട് അറിയുന്ന ഓഡിയൻസിനും അറിയാം. അപ്പോൾ അത് വെച്ച് സാധാരണ നമ്മളൊക്കെ പാട്ടിന് എന്തെങ്കിലുമൊക്കെ ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആരെങ്കിലുമൊക്കെ അക്കംപ് ചെയ്യണം, ആരെങ്കിലും ഒരു കോഡ്സ് ഒക്കെ തന്നിട്ടേ. അപ്പോൾ അതൊന്നും ഇല്ലാതെ പാടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമല്ല, പാടിയാൽ മതി.